ഹലോ ഫ്രണ്ട്സ്, ജിഡീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞി ടൂറ് പോകാൻ പോവുകയാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ കന്യാകുമാരിക്കാണ്. അപ്പോൾ നേരെ വീഡിയോയിൽ പോകാം. ഞങ്ങൾ ബോട്ട് ഇപ്പോൾ കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ട വന്നിട്ടില്ല, കാരണം കറക്റ്റ് സമയത്തിന് അവിടെ എത്തി. ഞങ്ങൾ ഓടുകയാണ്, വേഗം ഓടുകയാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ബോട്ടിൻ്റെ അടുത്ത് എത്തി. ആ സാധനം എടുക്കാൻ പോവുകയാണ് അച്ഛൻ. അങ്ങനെ ബോട്ടിൽ ഫസ്റ്റ് ഞാൻ പേടിച്ചു. ഇതിപ്പം ആ സാധനം ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇട്ടു. അതാ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല രസമായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു, കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ കാണാനാണ് തിരുവള്ളൂർ. അതിൻ്റെ അപ്പുറത്ത് വിവേകാനന്ദപാറയാണ്. അവിടെ പണി നടക്കണോണ്ട് ഇപ്പോൾ അതുകൊണ്ട് കയറ്റി വിടണില്ല. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തും. നല്ല രസമായിരുന്നു. ഞങ്ങളിപ്പോൾ അവിടെ എത്തി. ഇതാണ് വിവേകാനന്ദ മണ്ഡപം. അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു. ആ വെള്ളയിൽ കൂടെ നടന്നാൽ നല്ല തണുപ്പുണ്ടാവും. അപ്പം ഞാൻ അതിൽ കൂടെ തന്നെ ഇരുന്ന് നടക്കണത്. പിന്നെ ഇതാണ് വിവേകാനന്ദ മണ്ഡപം. അപ്പോൾ ചെരുപ്പ് ഇട്ടിട്ട് അവിടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഒരു കൗണ്ടറിൽ അത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല, പുറത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തേ. അപ്പോൾ ആ കണ്ണാണ് വിവേകാനന്ദൻ. ഇത് വിവേകാനന്ദൻ വന്നിരുന്ന സ്ഥലമാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. വെള്ളയിൽ കൂടെ നല്ല തണുപ്പുണ്ട്. അപ്പം ഞാൻ അതിൽ കൂടെ തന്നെ നടക്കുകയാണ്. നല്ല ചൂടുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. പിന്നെ അവിടെയൊക്കെ കടലാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. വിവേകാനന്ദപാറ. പിന്നെ അതിൽ നിറയെ മീനുണ്ട്. കയറി നിന്നപ്പോൾ ചീത്ത ഇടും. പിന്നെ ഇവിടെയൊക്കെ ആഴം കുറവ്, അങ്ങോട്ട് നല്ല ആഴമുണ്ട്. പിന്നെ ഞാൻ ഇറങ്ങി നിന്ന് കേട്ടോ, ചീത്ത കേട്ട പാടാണ്. പിന്നെ അതൊരു അമ്പലമാണ്. അവിടേക്കും ഫോൺ അലൗഡ് അല്ല. അപ്പോൾ അവിടത്തെയും പുറത്തെ കാഴ്ചകൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഞങ്ങൾ ദേവീൻ്റെ ഓർമ്മ മുട്ടിയാണ് പോകുന്നത്.
പക്ഷേ അവിടെ 4 മണിക്ക് തുറക്കുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. ഇതിവിടെ ഒരുപാടുണ്ട് ഇങ്ങനത്തെ ഐറ്റം, നല്ല ഭംഗിയുണ്ട്. ഇതാ ശംഖും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. എല്ലാ കടയിലും ഇത് തന്നെയാണ്. അത് വെച്ചിട്ടുള്ള മാല പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതാ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗാന്ധി മണ്ഡപത്തിലാണ്. ഇവിടെയെന്ന് വെച്ചാൽ ഗാന്ധിജീൻ്റെ അസ്ഥി സൂക്ഷിച്ചത് ഇവിടെയാണ്. ഒഴുക്കുന്നവരെ ഇവിടെയാണ് ഒഴുക്കിയത്. അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. എന്താ അങ്ങനെ ഗാന്ധിജീൻ്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇവിടെ. ഇതാ കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗാന്ധിജീൻ്റെ അസ്ഥി സൂക്ഷിച്ചിരുന്ന സ്ഥലം. ഒഴുക്കുന്ന വരെ ഇവിടെയാണ് സൂക്ഷിച്ചത്. പിന്നെ അത് ഓരോരോ ഫോട്ടോസാണ് ഗാന്ധിജീൻ്റെ. ഇതതിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരുവള്ളൂരിന് ഞങ്ങളിപ്പോൾ ഗാന്ധി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി സൺസെറ്റ് അവിടെ അസ്തമയം കാണാൻ
മുന്നിൽ നടക്കടോ. ആദ്യം ആ ഭാഗത്തേക്ക് പോയിരുന്നു, ഇപ്പൊ ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ സൂര്യന് ബൈ പറഞ്ഞ് എല്ലാവരും ബൈ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്നെടുത്ത ഫോട്ടോസാണ്. അതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നു പോയൊരു കാര്യമാണ്, ദേവീൻ്റെ വൈരമുക്കുത്തി കണ്ടു. പക്ഷെ ഒരു കാര്യം, അതിൻ്റെ അകത്തേക്ക് ഫോണൊന്നും അലൗഡ് അല്ല. അത്രയും ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു, അടിപൊളി. എൻ്റെ കണ്ണ് തെളിഞ്ഞിപ്പോയി, അത്രയും ഭംഗിയുള്ള